നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് എന്ന് ദൈവത്തിന് പോലും അറിയില്ല. എൻ്റെ ഭഗവാനെ, സോഷ്യൽ മീഡിയ അങ്ങ് തുറക്കാൻ കഴിയുന്നില്ല. ഇത്രയും വലിയ ഒരു അധോലോകമെന്നേ ഞാൻ ഇതിനെ പറയുള്ളൂ. ഇതൊരു അധോലോകമാണ്. അതായത് ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സജ്ജന എന്ന് പറയുന്ന ആ സ്ത്രീ കൃത്യമായിട്ട് 3 കോടി രൂപ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് റസൂൽ പൂക്കുട്ടീൻ്റെ അടുത്ത് പോവുകയും ചെയ്തു. അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ പൊടിവലിയും കിടിവലിയും എല്ലാം ഉണ്ട്, ഇല്ല എന്നൊന്നും പറയണ്ട. നല്ല രീതിയിൽ ഇവരൊക്കെ വലിച്ചു കയറ്റിയിട്ടും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇവർ തല്ലുമ്പോൾ പറയുന്ന വാക്കുകളുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ സജിന പിന്നെ എന്നാന്ന് ഇതാക്കി കഴിഞ്ഞാൽ 3 കിലോ കിട്ടും. അതുപോലെ തന്നെ സജിന പറയുന്നത് എന്താ വെച്ചാൽ 15-ാം തീയതി നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിന് അതായത് ഇവരൊക്കെ ഒരു സോഷ്യൽ വർക്കർ എന്നുള്ള മുഖം മൂടി ഉപയോഗിച്ച് പലതും ചെയ്യുന്നുണ്ട്. അതായത് കഴിഞ്ഞ 10 വർഷമായിട്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്ന് വന്നിരിക്കുന്നത്. ആ 10 വർഷവും ഇവരെ പോലുള്ള ഒരുപാട് ആൾക്കാർ സോഷ്യൽ വർക്കർ എന്നുള്ള ലേബല്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ മിണ്ടാനോ ഈ പരാതിപ്പെടാനോ ഒക്കെ എല്ലാവർക്കും ഭയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ കൃത്യമായിട്ട് ഒരു പാർട്ടിയുടെ പിന്തുണയുണ്ട്. അതുമാത്രവുമല്ല ഭരണസ്ഥിരാ കേന്ദ്രങ്ങളിൽ പോലും ഇവരുടെയൊക്കെ സാന്നിധ്യമുണ്ട്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്തോ ഒരു കൊണാൻഡറായിട്ടാണ് അവിടെയൊക്കെ പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ LDF തന്നെ വരണം എന്നാണ്. അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ ഒരു ഗവൺമെന്റിന്റെ ലേബല് വെച്ചിട്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും ചെയ്തിട്ടുണ്ട്. ആരും ചോദിക്കാനും പറയാനും ഉണ്ടായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും നമ്മൾ കണ്ടതല്ലേ. അതായത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പച്ച തെറി വിളിക്കുക, അതുപോലെ തന്നെ വീട്ടിൽ വന്ന് ആക്രമിക്കുമെന്ന് പറയുക. ഒരാണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ആക്രമിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും പറയില്ല, പിന്നെ ആരും മിണ്ടത്തില്ല. അയ്യോ അവരെ പറ്റി മിണ്ടണ്ട. കാരണം എന്താ, ഇപ്പോൾ തന്നെ എല്ലാവർക്കും വീഡിയോ ചെയ്യാൻ വരെ പേടിയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരാളെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട്ടിൽ വന്ന് ആക്രമിക്കുമോ എന്നുള്ള ഭയം കൊണ്ട് ആരും മിണ്ടുന്നില്ല. ഇവിടെ ഇപ്പോൾ ഇതെല്ലാം നടന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമോ, ഇത് പുറത്തു കൊണ്ടുവരേണ്ടത് പൂക്കുറ്റീൻ്റെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പൂക്കുറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോയി. പൂക്കുറ്റി ഇത്രയും വലിയ വൃത്തികെട്ടവനാണ് എന്നറിഞ്ഞിട്ടും അവനെ സാറ് എന്ന് വിളിക്കുകയും അവന് പിന്നീട് എന്ന് പറഞ്ഞ ഗത്യന്തരമില്ലാതെ ഞാൻ നിങ്ങളുടെ ഭാഗത്തല്ല നിങ്ങളുടെ ഭാര്യയുടെ ഭാഗത്താന്ന് പറയുന്ന ദയനീയ ശബ്ദങ്ങൾ നമ്മൾ കേട്ടു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂക്കുറ്റിയെ മാരകമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, നാണം കെടുത്തുന്ന വോയിസുകൾ നമ്മൾ കണ്ടു. പൂക്കുറ്റി എന്ന് പറയുന്നവന് ഓസ്കാർ കൊടുക്കേണ്ടത് ഈ ഒരു സംഭവത്തിലാണെന്നേ ഞാൻ പറയുള്ളൂ. അതായത് ഇയാളൊക്കെ ഒരു മനുഷ്യനാണോ? ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സിനിമേൻ്റെ എന്തോ ഒരു കൊണാൻഡറായിട്ട് നമ്മുടെ നികുതി പണം തിന്ന് ചീർത്ത് വീർത്ത് വന്ന ഒരുത്തനാണ്. ഇവിടെ ഒരാൾ പോലും ചോദിക്കാനോ പറയാനോ ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് മറവില് പലരുടെയും മുഖംമൂടി ഇപ്പോൾ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, എന്തെല്ലോ കാര്യങ്ങൾ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഫിറോസ് അകത്താകേണ്ട കേസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സജ്ജന എന്ന് പറയുന്ന ആ സ്ത്രീ ഒരു കുട്ടിയോട് ചോദിക്കുന്ന അല്ലെങ്കിൽ ഒരാളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വളരെ വൃത്തികെട്ട്. എന്നിട്ട് പറയുന്നത് എന്താ, അയ്യോ നീ എൻ്റെ മകളെ പോലെയാണ്, അയ്യോ നീ എൻ്റെ മകനെ പോലെയാണ്, എന്നിട്ട് അങ്ങനെ പറയുകയാണ്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിന്റെ ആഭ്യന്തര മന്ത്രാലയം രമേശ് ചെന്നിത്തല സാർ ഇത് ഇടപെട്ടിട്ട് ഈ മുഖംമൂടികളെയെല്ലാം വെളിയിൽ കൊണ്ടുവരണം. ഒരു മുഖംമൂടി സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഇല്ലാന്നൊന്നും പറയണ്ട. നല്ല രീതിയിൽ എല്ലാവരെയും അടിച്ചമർത്തിക്കൊണ്ട് ആരെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ ഞാൻ മിണ്ടുന്നവരുടെ വായ അടപ്പിക്കും. ഇപ്പോഴും മറ്റേ പൊടീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പലരുടെയും കരച്ചല്, അതായത് അവരൊന്നും ജീവിതത്തിൽ കരയാത്തവരാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ, സാമൂഹ്യ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. നമുക്കൊക്കെ 24 മണിക്കൂർ ജോലി ചെയ്താലും നമ്മൾക്കെല്ലാം ജീവിക്കണ്ടെങ്കിൽ വലിയ പാടാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി എന്തെങ്കിലും ഉണ്ടോയെന്നറിയില്ല. ഇനി ഇവരൊക്കെ താമസിക്കുന്ന സ്ഥലമാണെങ്കിൽ വലിയ ഇതാണ്. അതുപോലെ തന്നെ ഇവരൊക്കെ ഇടുന്ന ഡ്രസ്സുകളായാലും പോകുന്ന വണ്ടികളായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇത് എവിടുന്നാടോ പൈസ, ഇതെന്നാ നോട്ട് അച്ചടിക്കുന്ന മെഷീനൊന്നും അല്ലല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യന് കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 40,000 50,000 സാലറി കിട്ടും. ആ സാലറിക്ക് പുറമേ എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ വരുമാനം എന്താണ്, അതാണ് ചോദിക്കേണ്ടത്. അതായത് ഇവരൊക്കെ എന്താണ് വരുമാനത്തിന് വേണ്ടി ചെയ്യുന്നത്? അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ പല മുഖംമൂടികളും ഇവിടെ അഴിഞ്ഞു വീഴും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോഴും സജ്ജനാക്ക് ഏതായാലും 10-40 ലക്ഷം കിട്ടി, അതിൻ്റെ അകത്തുനിന്ന് പങ്ക് കൊടുത്തിട്ടില്ല. ആ പങ്ക് കൊടുക്കാത്തപ്പോൾ ഇപ്പോഴെല്ലാവരും പലതും വിളിച്ചു പറയുന്നുണ്ട്. പിന്നെ അന്നേ സജ്ജനയെ കൈയൊഴിയാനുള്ള കാരണം എന്താ വെച്ചാൽ ആ പങ്ക് കിട്ടാത്തതുകൊണ്ട് തന്നെയാണ്. ഇവിടെ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ മുഖംമൂടികൾ അഴിഞ്ഞു വീഴുന്നത് കാണാം. ആ മുഖംമൂടിക്കുള്ളിൽ പലരും ഉണ്ട്. അതായത് ഒരാൾ മാത്രമൊന്നുമല്ല.
ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിലടക്കം ബാധിച്ചിരിക്കുന്ന ഒരു മാരക വിഷങ്ങളാണ് ഇവരൊക്കെ എന്ന് ഞാൻ പറയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ഇതിനെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കണം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂർ പണി ചെയ്തിട്ട് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ കിട്ടാതിരിക്കുമ്പോൾ ഇവരൊക്കെ ആർഭാടപരമായിട്ടുള്ള ജീവിതങ്ങൾ, അതുപോലെ തന്നെ പാർട്ടികൾ, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ വണ്ടികൾ, ഇതൊക്കെ എവിടുന്നാടോ എവിടുന്നാണ് ഉണ്ടാക്കുന്നത്? ഒന്ന് സ്രോതസ് പറയാൻ പറ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴും. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണിത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി തെളിവൊന്നും എൻ്റെ കയ്യിലില്ല. ഇവരൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അരിയാഹാരം കഴിക്കുന്നവർക്ക് പലതും മനസ്സിലാകും. ആ ഒരു മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോഴിത് പറയുന്നത്. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണ് കേസ്. അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്തെല്ലോ സംഭവങ്ങൾ ഉള്ളിലൂട്ടിയുണ്ട്, ഇല്ല എന്നൊന്നും പറയണ്ട. എല്ലാത്തിലും ഇവർ ഉപയോഗിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സാമൂഹ്യ പ്രവർത്തക അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഈ ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ. നമുക്ക് എല്ലാവർക്കും അറിയാലോ സമൂഹത്തിന് ഗുണം വരുന്ന എന്തെങ്കിലും ചെയ്തിനോ എന്ന് നമുക്കറിയില്ല. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളെ എന്നുള്ള തരത്തിലാണ്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആ ഒരു കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുംബന സമരങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ഈ ചുംബന സമരത്തിന്റെ ഉള്ളിലുള്ള ലക്ഷ്യം എന്തായിരുന്നു നമുക്ക് കൃത്യമായിട്ട് അറിയാം. ചുംബന സമര നേതാക്കന്മാരുടെ ആസ്തികൾ ഇപ്പോഴെത്രയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടീശ്വരന്മാരാണ്. അതായത് ചുംബന സമരത്തിന്റെ പേരും പറഞ്ഞു വന്ന ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഗാരേജിൽ വണ്ടി വെക്കാൻ സ്ഥലമില്ല. എല്ലാ കോടികൾ വിലമതിക്കുന്ന വണ്ടികൾ മാത്രമാണുള്ളത്. എവിടെന്നാ ഇവർക്ക് ഇത്രയും സാമ്പത്തിക സ്രോതസ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഒരു വീഡിയോ, തുണിയില്ലാത്തൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത്രമാത്രം പൈസ കിട്ടുമോ? അതാണ് അന്വേഷിക്കേണ്ടത്. അതായത് പലരുടെയും സാമ്പത്തിക സ്രോതസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവിടെ ഇത്രമാത്രം അതമ്പതിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ചുംബന സമരം അത് മുതൽ ഇങ്ങോട്ടുള്ള അന്വേഷണങ്ങൾ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് മുതലാണ് നമ്മളെ കേരളത്തിന്റെ, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ 10 വർഷമല്ല, ആ ചുംബന സമരം നടന്ന അന്നു മുതൽ ഏകദേശം എന്ന് പറഞ്ഞ ഒരു 10-15 വർഷത്തിനിടയിലാണ് നമ്മുടെ നാട് ഇത്രയും വൃത്തികെട്ട നാടായി മാറിയത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനെതിരെ കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ പലരുടെയും ഈ തുണി അഴിച്ചിക്കുന്നൊന്നല്ല പണി. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു മറ മാത്രമാണ്. ഇതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ എന്തോ ഒരു പരിപാടിയുണ്ട്. അല്ലാതെ എങ്ങനെയാടാ പശുവിനും മറ്റവനൊക്കെ എന്ന് പറഞ്ഞ് ഇത്രയും കാറുകൾ വാങ്ങിക്കാനുള്ള പൈസ എവിടെ നിന്നാണ്? ഇത്രമാത്രം സാമ്പത്തിക സ്ഥിതി എവിടെ നിന്നാണ്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് ഇല്ലീഗലായിട്ട് ഇവരന്മാർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ വെളിയിൽ വിടണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെതിരെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴും ഞാൻ വിറച്ചുപോയി. അതായത് ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ 3 മാസം 4 മാസം വരെ ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും പോലും. അതൊക്കെ മുടിയിൽ വരെ പരിശോധന നടത്തിയാൽ മനസ്സിലാകുന്നു. ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടി. ഏതായാലും ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു സംഭവം വരുമ്പോഴേ പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ കേട്ട് നമ്മൾ പൊതുജനങ്ങൾ അന്താളിച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിത്തൊണ്ടന്മാരാണ്. ആക്ച്വലി ഇപ്പോഴും തന്നെ ഒന്ന് പേടിച്ച് കരയുന്നത് കണ്ടില്ലേ? അവരൊന്നും ഇങ്ങനെയല്ല സംസാരിക്കാറ്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചത്തെറിയാണ് വിളിക്കുന്നത്. പക്ഷെ അവർക്ക് എല്ലാവർക്കും ഒരു ഭയം അവരുടെ കണ്ണിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രമേശ് ചെന്നിത്തല ഇതിൽ ഇടപെടാൻ സമയമായിരിക്കുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റവനെയും പിടിച്ചിട്ട് ഉള്ളിലാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഒരുത്തനെ പോലും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരും. നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണമെന്ന്.